പേടിപ്പിക്കുന്ന പടം എന്നുള്ളതിനേക്കാൾ മനസ്സ് നിറയുന്ന സിനിമ എന്നാണ് എനിക്ക് ഫീൽ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഞങ്ങളുടെ ഹോൾ ടീം ഹാപ്പിയാണ്. ശ്രാവൺ മുകേഷ് ഒരു രക്ഷയില്ല, ഗോകുൽ സുരേഷ് അടിപൊളി, സുരേഷ് ഗോപിയുടെ അതേ മാനറിസംസ് ഒക്കെ ഉണ്ട്. ഗംഭീര പാടനാണ്. എല്ലാവരുടെയും ഹാർഡ് വർക്ക് ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് അർജുൻ അശോക് എന്ന് പറയുന്ന നടന്റെ കരിയറിലെ ഏറ്റവും നല്ല സിനിമയായിട്ട് ഇത് മാറിയിട്ടുണ്ടെന്നുള്ള ഒരു സംശയം വിചാരിക്കേണ്ട. എല്ലാ ചേരുവകളും നിറഞ്ഞ ഒരു എന്റർടൈനർ, ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വന്ന് ആഘോഷിച്ച് കാണാൻ പറ്റുന്നത്. ഒരു ഫെസ്റ്റീവ് സീസണിൽ ഇറങ്ങണമായിരുന്നു എന്ന് തോന്നിപ്പോയി. ലൈക്ക് അങ്ങനത്തെ ഒരു നമ്മൾ ഈ ആഘോഷ സമയങ്ങളിൽ പോയി കാണില്ലേ, അതുപോലത്തെ നല്ല പാക്കേജ്. എല്ലാവരും ഭംഗിയുണ്ട്. അർജുനും ഗോകുലും ബാലും ഒക്കെ ഗംഭീരമായിട്ട്. പേടിപ്പിക്കൽ മാത്രമല്ല, സുമതി വളവിൽ ഇമോഷൻസ് ഉണ്ട്, കോമഡി ഉണ്ട്, ആ ഒരു ലവ് ട്രാക്ക് നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട്, ഇമോഷൻസ് വർക്ക് ആയിട്ടുണ്ട്, ചില ജംസ്കെയർ മൊമെന്റ്സ് ഉണ്ട്, പിന്നെ ആ ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്ത് എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ലാതെ ഇതൊരു അയ്യോ ഭയങ്കര പേടിപ്പിക്കുന്ന പടം അങ്ങനെയല്ല. ഇതൊരു പേടിപ്പിക്കുന്ന പടം എന്നുള്ളതിനേക്കാൾ മനസ്സ് നിറയുന്ന സിനിമ എന്നാണ് എനിക്ക് ഫീൽ. എല്ലാവരും നന്നായി ചെയ്തു, എല്ലാ ഡിപ്പാർട്ട്മെന്റും എല്ലാവരും ഭംഗിയായി ചെയ്തു. എനിക്കിഷ്ടമായി. നല്ല സ്ക്രീൻ പ്രസൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് റിലീസ് ആവുന്ന സിനിമ കൂടിയാണല്ലോ. അപ്പോൾ അവളുടെ സ്ക്രീൻ പ്രസൻസ് അല്ല, ഒരു ആക്ടർക്ക് സ്ക്രീൻ പ്രസൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവൾക്കുള്ള കാര്യങ്ങൾ അവൾ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഡാൻസ് ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും ഒക്കെ വളരെ നന്നായിട്ട് അവൾ പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ പൊതുവേ എന്ത് കൊടുത്താലും വളരെ ജെന്യുവനായിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത് റിഫ്ലക്റ്റഡ് ആണ്. എല്ലാവരും നന്നായിട്ടുണ്ട്, ഗോപിക മാത്രമല്ല, എല്ലാവരും നന്നായി. റെസ്പോൺസ് നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. പടം അഭിപ്രായം നിങ്ങളാണ് പറയണത്, നമ്മളല്ലല്ലോ. നമ്മൾ വർക്ക് ചെയ്ത പടം, നമ്മൾ ചെയ്തത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ വേണം പറയാൻ. തിയേറ്ററിൽ ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ പടം. സൗണ്ട് ഭയങ്കര രസമായിട്ടുണ്ട്, എല്ലാവരുടെയും അഭിനയം ഭയങ്കര രസമായിട്ടുണ്ട്. സുമതിയെ കാണിച്ചിരിക്കുന്ന എല്ലാം വർക്കായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. എനിവേ ഗുഡ് വൺ. ഇത് റിയൽ സ്റ്റോറി അല്ല, ഇതൊരു ഫിക്ഷൻ സ്റ്റോറിയാണ്. ഫിക്ഷൻ സ്റ്റോറി അല്ലേ? സുമതി വളവെന്നുള്ള ഐഡിയ റിയൽ ആയിട്ട് ഫീൽ ചെയ്തോ? എന്നാ ഞങ്ങൾ ജയിച്ചു. അപ്പൊ അത് വിഷ്ണുവിന്റെയും അഭിലാഷിന്റെയും വിക്ടറിയാണ്. അതെ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഞങ്ങളുടെ ഹോൾ ടീം ഹാപ്പിയാണ്. പണം കാണൂ, ഇഷ്ടപ്പെടും. ഫാമിലി സിനിമയാണ്, ഇറ്റ്സ് എ ഹോൾ കോമഡി സിനിമയാണ്. അത്യാവശ്യം നല്ല റെസ്പോൺസ് തന്നെയായിരുന്നു എല്ലാവരും തന്നത്. കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നല്ല പ്രോത്സാഹനമായിരുന്നു. എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും കാണും. പിന്നെ കാസ്റ്റിംഗ് കൊള്ളാം. ശ്രാവൺ മുകേഷ് ഒരു രക്ഷയില്ല, ഗോകുൽ സുരേഷ് അടിപൊളി, സുരേഷ് ഗോപിയുടെ അതേ മാനറിസംസ് ഒക്കെ ഉണ്ട്. കാസ്റ്റിംഗ് ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നല്ല സിനിമയായിരുന്നു, അടിപൊളിയായിരുന്നു. കുറേ കാസ്റ്റിംഗ് അടിപൊളിയായിരുന്നു. പിന്നെ ഭാമയൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ പറയണോ അത്? ഭാമയൊക്കെ ഉണ്ടായിരുന്നു. നല്ല നല്ല സിനിമയായിരുന്നു, നല്ല മൂവിയായിരുന്നു. നല്ലായിരുന്നു, കൂട്ടുകാരിയായിരുന്നു. അപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടു. നമ്മൾ കുറേ സിനിമകളിലൊക്കെ കാണുന്നതാണല്ലോ ബാലുചേട്ടനെ. ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയിരുന്നു എല്ലാവരും. അർജുൻ ചേട്ടനാണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല, ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ കണ്ടോ? എല്ലാവർക്കും ഇഷ്ടമായോ? എന്തായാലും താങ്ക് യു ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഓവറോൾ പടം ഗംഭീര പടമാണ്. പേടിപ്പിക്കുന്ന പറഞ്ഞാൽ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ നമുക്ക് തിയേറ്ററിൽ നിന്ന് അറിയാൻ പറ്റുള്ളൂ. അതിൻ്റെ ശരിക്കും ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ലതായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. ആ സീൻ വരുമ്പോഴത്തേക്കും അർജുൻ അശോകനൊക്കെ ഗംഭീര പാടനാണ്. പിന്നെ കുറേ നാൾക്ക് ശേഷം പാമ്പച്ചേരി തിരിച്ചു വന്നിട്ടുണ്ട്. അതൊരു ഭയങ്കര ഒരു എൻട്രി ആയിപ്പോയി. ക്ലൈമാക്സിൽ തന്നെ ഭയങ്കര ഒരു എൻട്രിയാണ്. എന്തായാലും ക്ലൈമാക്സ് വരെ നല്ലതാണ്, ക്ലൈമാക്സും കഴിഞ്ഞും അടിപൊളിയാണ്, ഗംഭീര പടമാണ്. എല്ലാവരും കുടുംബത്തിനൊക്കെ വന്ന് നന്നായിട്ട് കാണാൻ പറ്റിയൊരു പടമാണ്. എല്ലാവരും എല്ലാം നല്ല നല്ല സംഭവമാണ്. ഫാമിലി പരിപാടിയാണ്, അപ്പൊ എന്തായാലും മിസ്സാക്കാതെ ഒന്ന് കാണുക എന്ന് മാത്രമേ പറയൂ. ഇവിടെ മാത്രമല്ല, എല്ലാ പരിപാടിയും ഉണ്ട്. എല്ലാ ഫാമിലിക്ക് പറ്റിയ, യൂത്തിന് എല്ലാവർക്കും പറ്റിയ പരിപാടിയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ ഒന്ന് കാണണം. ഡാൻസൊക്കെ അവർ പറഞ്ഞ് കളിച്ചിരിക്കുക. എല്ലാം ഭയങ്കര ഒരു ഹാപ്പി ഒരു ഫീലായിരുന്നു. സെറ്റിലാണെങ്കിലും ഇപ്പൊ തന്നെ സിനിമ കണ്ട് ഇറങ്ങുമ്പോഴും എല്ലാവരും ഒന്നിച്ചിവിടെ നിൽക്കുന്നത്. ആക്ച്വലി മാളികപ്പുറം ഇറങ്ങിയ സമയത്ത് നമ്മൾ ഇവിടെ തന്നെയായിരുന്നു വന്നിരുന്നത്. അപ്പം അതിൻ്റെ ഓർമ്മയാണ് ഇപ്പോൾ വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇനി നിങ്ങൾ പ്രേക്ഷകർ എല്ലാവരുമാണ് വന്ന് കാണേണ്ടതും അഭിപ്രായം അറിയിക്കേണ്ടതും. അപ്പം എന്തായാലും കാണുക, ഞങ്ങളുടെ അടുത്ത് അഭിപ്രായം പറയണം. ഞങ്ങൾക്കതൊക്കെ ഭയങ്കര സന്തോഷമാണ് അറിയാൻ വേണ്ടി. രണ്ടുപേരും എല്ലാവരും തകർത്ത് അഭിനയിച്ചു.
അഭിനയിച്ചിട്ടുണ്ട്. അവരുടേതായ രീതിയിൽ ആ ക്യാരക്ടറിനെ അവർ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സെറ്റിലും ഭയങ്കര ഇതുപോലെ തന്നെ ഭയങ്കര ഫണ്ണായിരുന്നു. നമ്മൾ ഗെയിംസ് ഒക്കെ കളിച്ച് ചെയ്യുമായിരുന്നു. പക്ഷെ കൃത്യം സീനാകുമ്പോൾ എല്ലാവരും അവരുടേതായ ക്യാരക്ടറിൽ ചെയ്യും. അപ്പോൾ എന്തായാലും എല്ലാവരുടെയും ഹാർഡ് വർക്ക് ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കുറേ സീനിൽ എല്ലാവരും ഭയങ്കര കഷ്ടപ്പെട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഇത്രയും പേരുടെ എല്ലാവരും അവരവർക്ക് കൊടുത്താൽ അവരവരുടെ ജോലി നന്നായിട്ട് ഇതാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ടീം വർക്ക് തന്നെയാണത്. ഒരാളുടെയോ രണ്ടാളുടെയോ അല്ലെങ്കിൽ അങ്ങനെയല്ല, ഫുള്ളായിട്ടുള്ള ടീം വർക്കിന്റെ റിസൾട്ട് എന്തായാലും ഇനിയിപ്പം എല്ലാവരും കണ്ടിട്ട് പറയും. ദയവീത് ഞാൻ പറയുകയാണ്, അശ്വന്ത് ഗോക്ക് എന്ന് പറയുന്ന അദ്ദേഹത്തിനോട് ഞാൻ പറയുകയാണ്, നശിപ്പിക്കരുത് ഈ സിനിമ. ഇതെന്തായാലും ഇത് ഹിറ്റാവണം. ഇത് അർജുൻ അശോക് എന്ന് പറയുന്ന കരിയറിലെ കരിയറിലെ ഏറ്റവും നല്ല സിനിമയായിട്ട് ഇത് മാറിയിട്ടുണ്ടെന്നുള്ള ഒരു സംശയം വിചാരിക്കേണ്ട ഹിറ്റ് സിനിമയാണ്. പ്ലീസ് എല്ലാവർക്കും പിന്നോട്ടൊന്ന് സാധിക്കാം.